ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനി നല്ല വിഷമത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ രേണുക, എന്താടി ശിവാനി നിനക്ക് പറ്റിയത്? നീ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇനി പ്രണവിനോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. എന്താടി ശിവാനി നീ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്തായോ എന്ന് രേണുക ചോദിക്കുമ്പോൾ, അല്ല അമ്മേ, ഞാൻ അവിടേക്ക് നിധിയെ കാണാൻ വേണ്ടി ചെന്നില്ലേ, അവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് ശിവാനി നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് രേണുകയ്ക്ക്. എനിക്ക് നിധിയുടെയും ഗൗതമിൻ്റെയും ആ സ്നേഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഞാനും ഇതുപോലെ പ്രണവിനെ സ്നേഹിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നു. എന്താടി ശിവാനി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞത്? എനിക്ക് പ്രണവിൻ്റെ കോടികളുമൊത്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതെല്ലാം ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചു. ഇനി ദൈവമായിട്ട് തന്നെ എല്ലാം തീരുമാനിക്കട്ടെ. പ്രണവിന് ഇനി എന്നോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രണവിനോടൊപ്പം ഞാനും ജീവിക്കും. അല്ലാതെ ഞാനായിട്ട് ഇനി പ്രണവിനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ രേണുക തലക്കടിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് ഇവളീ പറയുന്നത്? എല്ലാം കൈവിട്ടു പോയല്ലോ. ഇവൾ എന്തൊക്കെ ഭ്രാന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഈശ്വര, ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ വെറുതെയാവുമല്ലോ. എന്ത് ചെയ്യും ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി രേണുക ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ പെട്ടെന്നാണ് ശിവാനി പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുക, ഇതെന്താ ഇവൾ പൊട്ടിച്ചിരിക്കുന്നത്? ഇവൾക്ക് ശരിക്കും ഇനിയിപ്പോൾ മുഴുവട്ടായോ? ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്നുണ്ടല്ലോ. ശിവാനി പറയണേ, എന്താണ് അമ്മ എന്താ ഞെട്ടിപ്പോയോ? ഗൗതമും നിധിയും വിശ്വസിച്ചതുപോലെ എൻ്റെ സ്വഭാവം മാറിയെന്ന് അമ്മയും വിശ്വസിച്ചോ? എങ്കിൽ അമ്മ ഒന്ന് കേട്ടോ, എൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഗൗതമിനെയും നിധിയെയും പറ്റിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ അമ്മയെയും ഞാൻ പറ്റിച്ചത്. പ്രണവിനുമൊത്ത് ജീവിക്കാമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. പ്രണവിനോട് തല്ലുണ്ടാക്കിയിട്ടാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോവില്ല എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു തീരുമാനം ഞാൻ അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് സഹതാപം നടിക്കാനാണ് ഇനി എൻ്റെ ഉദ്ദേശം. നല്ലവളായി അഭിനയിച്ചുകൊണ്ട് നിധിയുടെയും ഗൗതമിൻ്റെയും മനസ്സ് മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രണവിൻ്റെയും മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ഇനി മുതൽ ശിവാനി നല്ലവളായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ്. ഈ അഭിനയം ഗൗതമും നിധിയും കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ടുണ്ട്. പാത്തിങ്ങളാണ് അവരതങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പോവാനുള്ള വഴികൾ ഗൗതമും നിധിയും തന്നെ തുടങ്ങിക്കോളും. ഇനി എനിക്ക് വേണ്ടി ഗൗതമും നിധിയും പാർവതിയോടും പ്രണവിനോടും സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റിയെടുക്കും. ഇങ്ങനെയുണ്ട് അമ്മേ എൻ്റെ ഐഡിയ, ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി, എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും നിന്റെ ഈ അഭിനയം തകർത്തു. ഇനി ഉറപ്പായും ഗൗതമും നിധിയും തന്നെ പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ അവർ തന്നെ കൊണ്ടുപോകും. അപ്പോൾ ശിവാനി പറയണേ, എൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് നോട്ടീസിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയതല്ലേ, അത് അവർ തന്നെ, നിധി തന്നെ അത് കീറിക്കളഞ്ഞോളും. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ഇനി പഴയതുപോലെ കോടീശ്വരിയായി ജീവിക്കാനാണ് പോകുന്നത്. ഇനി അമ്മയും ഒരു കോടീശ്വരി തന്നെയാണ്. ആദ്യം അമ്മ കുറച്ച് മധുരം കഴിക്കുക, ഈ സന്തോഷം നമുക്ക് മധുരം കഴിച്ച് അങ്ങ് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി രേണുകയ്ക്ക് മധുരമൊക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, എന്നെ ആരാണോ ഇനി ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്, ഗൗതമും നിധിയും, ആ ഗൗതമിയും നിധിയെയും ആണ് ഇനി ആദ്യം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ പോകുന്നത്. എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം തന്നെ നിധിക്കും ഗൗതമിനും എണ്ണി എണ്ണി ഞാൻ പകരം ചോദിച്ചിരിക്കും. അത് കേട്ടപ്പോൾ രേണുക പറയണ, അത് ചെയ്യണം ശിവാനി, ഉറപ്പായും നിധിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയും വേണം, അവൾക്ക് കണക്കിന് കൊടുക്കുകയും വേണം. പിന്നീട് നിധിയും ഗൗതമും പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ഐശ്വര്യയ്ക്ക് ഫോൺ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ഐശ്വര്യ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ്, ഐശ്വര്യ നിൻ്റെ മുറിവ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ നല്ല കുറവുണ്ട്. അല്ല, എന്തിനാണ് ഇപ്പോൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ്, നിന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത്, എന്താണെന്നെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ ശിവാനി വന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നിധിയും ഗൗതമും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ഐശ്വര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ശിവാനിയുടെ സ്വഭാവം മാറി, ഇപ്പോൾ അവൾ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് ഇനി അവളെ കൊണ്ടുപോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമാവാണ്. എന്നിട്ട് ഗൗതമും നിധിയും ഐശ്വര്യയോട് നന്ദി പറയാണ്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, നീ കാരണമാണ് ശിവാനിയുടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറാൻ കാരണം നിന്റെ അഭിനയം കൊണ്ടാണ് ശിവാനിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നതും പ്രണവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം ശിവാനി എടുത്തതും അതുകൊണ്ടാണ് ശിവാനിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നത്. ഐശ്വര്യ പറയണേ, എന്തിനാണ് എന്നോട് നന്ദിയൊക്കെ പറയുന്നത്? ഇനിയും എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, എനിക്ക് ചെയ്തു തരുന്നതിൽ ഒരു മടിയുമില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം അവർ കൊടുക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, ഇതെന്താണ്? ഇത് തുറന്നു നോക്ക്, ഇത് നിനക്ക്
എനിക്കുള്ളതാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് ഹൈദരാബാദിൽ ഒരു ജോലി റെഡിയായതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് എന്ന് പറഞ്ഞതോടുകൂടി ഐശ്വര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ഗൗതം പറയാണ്, ഐശ്വര്യ നിന്നെ ഇവിടെ നിന്നും ഹൈദരാബാദിലേക്ക് പറഞ്ഞു വിടുന്നത് തന്നെ ഒരു കാരണമുണ്ട്. പ്രണവ് നിന്നെ തേടി എപ്പോഴും നിന്റെ വീട്ടിലേക്കും പലയിടങ്ങളിലേക്കും വരും. അത് ഒഴിവാക്കാൻ കൂടിയാണ് ഹൈദരാബാദിലേക്ക് നിന്നെയും നിന്റെ ഫാമിലിയെയും പറഞ്ഞു വിടുന്നത്. ഇതിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിന്റെ പഴയ സിം കാർഡില്ലേ, അത് നീ കളഞ്ഞേക്ക്. കാരണം പ്രണവ് ആ ഫോണിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി പുതിയ സിം വാങ്ങിയിട്ടാൽ മതി. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാമെന്ന് പറയട്ടെ. അങ്ങനെ നിധി പറയാണ്, നിന്റെ വിവാഹം വല്ലതും ശരിയായാൽ ഞങ്ങളെ അറിയിക്കണം. നിന്റെ വിവാഹത്തിനുള്ള ഫുൾ ചെലവും ഞങ്ങളാണ് നടത്തി തരിക എന്നൊക്കെ പറയാണ്. അങ്ങനെ ഐശ്വര്യ അവരോട് നന്ദി പറഞ്ഞ ശേഷമാണ് പോകുന്നത്. ഗൗതം നിധിയോട് പറയണ, നല്ല പെൺകുട്ടിയാണ് ഐശ്വര്യ, അവൾക്ക് നല്ലൊരു കുടുംബ ജീവിതം കിട്ടണം, അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ഐശ്വര്യ ഓട്ടോയിൽ പോകുന്ന സമയത്താണ് ശിവാനി നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ ഓട്ടോ നിർത്തിയ ശേഷം ശിവാനിയുടെ അടുത്തേക്ക് ഐശ്വര്യ ചെല്ലുകയാണ് കേട്ടോ. ഐശ്വര്യയെ കണ്ടതോടുകൂടി ശിവാനിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, വാടി എൻ്റെ അടുത്തേക്ക് വാ, നിന്റെ കാരണം അടിച്ചു പുകച്ചു തരാം, എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയവളാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്, നീ ഇങ്ങ് വാടി, നിനക്ക് ഞാൻ തരാമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇവളോട് ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചാലേ ഇവൾ അത് അപ്പോഴേ തന്നെ നിധിയെ വിളിച്ചു പറയും. അപ്പോൾ ഞാനിപ്പോൾ നല്ലവളായിട്ട് അഭിനയിക്കല്ലേ, തൽക്കാലം ഇവളോട് അഭിനയിച്ചുകൊണ്ട് നിൽക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ. എന്നിട്ട് ഐശ്വര്യ ചോദിക്കുകയാണ്, അല്ല എവിടേക്കാണ് ശിവാനി പോകുന്നത്, അതോ ഞാനൊരു വഴിക്ക് പോയതാണ്, അല്ല എന്താണാവോ എന്ന് ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയണ, ഞാൻ ഈ നാട്ടിൽ നിന്നും പോവുകയാണ്, ഞാനിനി ശിവാനിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഈ നാട്ടിൽ നിൽക്കുന്നില്ല. നീ പോവുകയാണോ, അപ്പോൾ പ്രണവും നിന്നോടൊപ്പം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പ്രണവൊന്നും എന്നോടൊപ്പം ഇല്ല, ഞാൻ തനിച്ചാണ് പോകുന്നത്, നീയും പ്രണവും സന്തോഷമായിട്ട് ജീവിക്കണം, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു ശല്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. ശിവാനി മനസ്സിൽ ചിന്തിക്കാടി, പോടി, ഒന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി, ശല്യം ഇനിയെങ്കിലും എൻ്റെയും പ്രണവിൻ്റെയും ജീവിതത്തിൽ കരടായി നീ ഉണ്ടാവാൻ പാടില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയാലാണ് എനിക്ക് പ്രണവിനെ വീണ്ടും സ്വന്തമാക്കാൻ കഴിയോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഐശ്വര്യ പറയണേ, ഒരു കാര്യം ശിവാനി നീ മനസ്സിലാക്കിക്കോ, ഞാൻ കുറച്ച് ദിവസമാണ് പ്രണവിനോടൊത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, പക്ഷേ പ്രണവ് ഒരു പാവമാണ്, പ്രണവിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ തപസ്സിരിക്കണം, അത്രയ്ക്ക് പുണ്യം ചെയ്താലാണ് പ്രണവിനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടൂ, ഇനിയെങ്കിലും ശിവാനി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും മാറ്റിവെച്ച് സന്തോഷത്തോടു കൂടി പ്രണവിനോടൊപ്പം ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷമാണ് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഐശ്വര്യ പോകുന്ന സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, വിശ്വാസമായി, ഇനി പ്രണവിൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം, ഇനി ഇവളെ കൊണ്ട് ശല്യമില്ലല്ലോ എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നീട് ഗൗതമും നിധിയും വീട്ടിലെത്തിയ ശേഷം പ്രണവിൻ്റെ റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് പ്രണവാണെങ്കിലോ ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പ്രണവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഐശ്വര്യയുടെ ഫോണിലേക്ക് പോകുന്നില്ലല്ലോ, ഇതെന്ത് പറ്റി, എന്താണ് ഐശ്വര്യയ്ക്ക് പറ്റിയത്, എത്ര തവണയായി ഞാൻ ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു, ഇത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ നിധി ഗൗതമിനോട് പറയണ, കണ്ടില്ലേ പ്രണവ് ഐശ്വര്യയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുമ്പോഴാണ് വീണ്ടും പ്രണവ് പറയുന്നത്, എൻ്റെ കയ്യിൽ ഐശ്വര്യ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് ഉണ്ടല്ലോ, അതൊന്ന് അന്വേഷിച്ച് പോയാൽ പോരെ, അപ്പോൾ ഐശ്വര്യയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയാൻ കഴിയും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രണവ് ഐശ്വര്യയുടെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ നിധി പറയണ, അയ്യോ ഗൗതം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവിടെ ചെന്നാൽ ഐശ്വര്യ പോയി എന്നുള്ളത് പ്രണവ് അറിയും, അതോടുകൂടി പ്രശ്നം വഷളാവും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഗൗതം പറയണ, അതിനൊരു ഐഡിയ ഉണ്ട്, നീ വാ താഴേക്ക് എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും താഴേക്ക് പോവാണ്. ഈ സമയം പ്രണവ് താഴേക്ക് ഇറങ്ങി വരികയാണ് ഐശ്വര്യയുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി.